ഹലോ, രാജോസ് വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നല്ലെണ്ണ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില, 1/2 കപ്പ് വെളുത്തുള്ളിയും 1/4 കപ്പ് കാന്താരിമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. കാന്താരിമുളകില്ലേൽ പച്ചമുളക് ആയാലും മതി കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും ചെറിയൊരു കഷ്ണം കായവും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. മാങ്ങ ഉപ്പ് പുരട്ടി 1/2 മണിക്കൂർ വെച്ചതായിരുന്നേ. അതുകൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങാച്ചാറാണ്. നല്ല രുചിയാണ്, അടിപ്പൻ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനിയുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ.